ആ കാണുന്ന ദർബാർ ആരുടെ ദർബാറാണ്? ആ കാണുന്ന ഹളറത്ത് ആരുടെ ഹളറത്താണ്? ആ കാണുന്ന സവിധമൽ ആരുടെ സവിധമാണ്? അകലെ അകലെ മദീനയിൽ നിന്ന്, പുണ്യഭൂവിന്റെ നാട്ടിൽ നിന്ന് കടലലകൾക്കുമേറെ മുസല്ല വിരിച്ചു മുസ്കരിച്ചു വന്ന ശ്രേഷ്ഠനായ മഹാനായ സയ്യിദ് മദനി തങ്ങൾ ഖദ്ദസല്ലാഹു പറയ് ഖദ്ദസല്ലാഹു അസീസ് മഹാന്റെ സമിതത്തിലാണ് നമ്മുടെ റസൂലുള്ളാഹിന്റെ മജ്ലിസ് ഒരുമിച്ച് കൂടിയത്. അൽഹംദുലില്ലാഹ്. ഇതിലും വലിയ സന്തോഷം വേറെന്താ? ഇന്ന് മുഅ്മിനീങ്ങൾക്കൊക്കെ പെരുന്നാളാ, ഇന്ന് മുസ്ലിമീങ്ങൾക്കൊക്കെ ഈദാ. മാത്രമല്ല, ഈ മജ്ലിസ് ഇവിടെ തുടക്കം കുറിക്കുന്നതിനു മുമ്പ് നിഷ്കളങ്കരായ ചെറിയ മക്കൾ ഇവിടെ ഹബീബിന്റെ പേരിൽ അവദാനങ്ങൾ പ്രസംഗിച്ചു, പാടി, പ്രകീർത്തിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, മഹാനരായ നമ്മുടെ എല്ലാമായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആളുകളെന്ന് നമ്മുടെ പ്രിയ അവിടുത്തെ സാരവത്തായ സാന്നിധ്യം ഈ മജ്ലിസിൽ ഉണ്ടായിരുന്നെങ്കിൽ മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ പേരിൽ ഒരുമിച്ചുകൂടിയ ഈ പുരുഷാരവങ്ങളെ കണ്ട്, റസൂലുള്ളാഹിന്റെ വേദിയിൽ ഒരുമിച്ചുകൂടിയ ഈ മുഅ്മിനീങ്ങളെ കണ്ട്, നമ്മുടെ നേതാവായ, ഞങ്ങളുടെ എല്ലാമായ ശൈഖുനാ താജുൽ ഉലമാ ഉള്ള ആളുകൾ ഈ മജ്ലിസിൽ ഇവിടെ ഇരുന്ന് തലകുലുക്കി കണ്ണീര് വാർത്ത് ഹബീബിന്റെ പേരിലാണല്ലോ, എന്റെ ഉപ്പാന്റെ പേരിലാണല്ലോ ഇങ്ങനെ ഈ ആളുകൾ ഒരുമിച്ച് കൂടിയതെന്ന സന്തോഷത്തിൽ പൊട്ടി കരയുമായിരുന്നു. അവിടുന്ന് നമ്മുടെ കൂടെയില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. മഹാനരായ താഴക്കോട് അബ്ദുൽ മുസ്ലിയാർ എന്ന വലിയ മഹാനായ ഉസ്താദ് അവர்கள் ഈ വേദിയിൽ കയറി വന്ന് നമുക്ക് ആശീർവാദ പ്രഭാഷണം നടത്തി നമുക്ക് ദുആ എന്നിട്ടാണ് പോയത്. പാടാൻ പോകുന്ന ഈ ഖസീദത്തുൽ ബുർദയുണ്ടല്ലോ, നമ്മളെ പ്രകീർത്തിക്കാൻ പോണ ഈ ഖസീദത്തുൽ ബുർദയുണ്ടല്ലോ, ഇമാമുനാ ബൂസീരി റളിയല്ലാഹു അൻഹു തുടങ്ങി തന്ന, അവിടുന്ന് പാടി പഠിപ്പിച്ചു തന്ന ഖസീദത്തുൽ ബുർദ. അതെങ്ങനെ മക്കളെ? അറിയില്ലേ? ഉറക്കച്ചല്ലേ മക്കളെല്ലാം ചെല്ലും. എന്ന് തുടങ്ങുന്ന നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്ന ഖസീദത്തുൽ ബുർദയ്ക്ക് മലയാളത്തിൽ ഒരു കാവ്യാവിഷ്കാരം നടത്തിപ്പോയി താഴക്കോട് ഉസ്താദ്. നിങ്ങളറിയുമോ ആ വിശേഷം? ഇവിടെ കൂടിയ ആളുകളൊക്കെ മനസ്സിലാക്കണം. മഹാനായ മിസ്രിന്റെ പൂങ്കുയിൽ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് ഖസീദത്തുൽ ബുർദ അറബിയിൽ ചൊല്ലാൻ പഠിപ്പിച്ചു തന്നു. അതേ ഖസീദത്തുൽ ബുർദ എടുത്തു വെച്ചിട്ട് മലയാളത്തിൽ കാവ്യാവിഷ്കാരം നടത്തി മഹാനായ താഴക്കോട് അബ്ദുള്ള ഉസ്താദ് എന്ന വലിയ മഹാൻ. എങ്ങനെയാണത്? ബിസലനിലുള്ള കാരേനിലച്ചതിനോ അതല്ല കാവിനതിൽ കാറ്റങ്ങടിച്ചതിനോ ഇരുളുപ്പ രാത്രിയതിൽ ഇളമെന്ന താഴ്വരയിൽ കൊണ്ടുള്ള മിന്നൽ പ്രകാശം കണ്ട കാരണമോ എന്തിനു പൊന്നു സുഹൃത്തേ നിന്റെ കണ്ണുകളിൽ ദുഃഖാസുധാരകൾ നീ രക്താസുധാരകൾ നീ ചാലിട്ടൊഴുക്കിയത്. കരഞ്ഞ് ബുസൈരി ഇമാമിന്റെ കണ്ണിലൂടെ കണ്ണീർ തുള്ളികൾക്ക് പകരം രക്തത്തുള്ളികൾ ഒഴുകി വന്നു. കവി ചോദിക്കുകയാണ്, എന്തിനാണ് കരഞ്ഞ് കണ്ണുനീർ ഒറ്റിയിട്ട് കവിൾത്തടങ്ങളിലൂടെ ചോരപ്പുഴ ഒഴുക്കുന്നതാരോർത്തിട്ടാണ്? ചെറുപ്പക്കാരെ, മജ്ലിസിൽ വന്ന മുഅ്മിനീങ്ങളെ, കാമുകിയെ ഓർത്തിട്ടല്ല, പ്രണയിനിയെ ഓർത്തിട്ടല്ല. ഇവിടുത്തെ കാമുകിയാരാ? ഇവിടുത്തെ പ്രണയിനി ആരാ? മദീന 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 മദീന
की रसा चाहता है खुदा चाहता है रज़ाए मुहम्मद ആ നേതാവിനെ പ്രേമിച്ച് ഈ മുസ്ലിമാവിന്റെ അതേ അറബിയിലുള്ള കാവ്യാവിഷ്കാരം മലയാളത്തിൽ നമുക്ക് പദ്യത്തിൽ പാടിത്തന്ന മഹാനായ 85 വയസ്സ് പിന്നിട്ട ഉസ്താദ് നമുക്ക് ഈ വേദിയിൽ വന്ന വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിവര്യനാണ്. അവിടുന്ന് നമുക്ക് ആശീർവാദം നൽകിയ മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. ഇതിൽ പരം എത്ര സന്തോഷമാണ് നമുക്ക് വേണ്ടത്. പോരാ, മഹാനായ റസൂലുള്ളാഹിന്റെ പേരമകനാ കൂടിയായ മഹാനായ അബൂബക്കർ ചെറുവിഞ്ഞി തങ്ങൾ എന്ന വലിയ ഉസ്താദ്, അവിടുന്ന് തങ്ങളാണ്, സാദാത്തുക്കളാണ്. അവിടുന്ന് നമുക്ക് ഞങ്ങൾ ചോദിച്ചപ്പോ എല്ലാവിധ അംഗീകാരവും ഈ മജ്‌ലിസിൽ തന്നിട്ടുണ്ട്. മഹാനരായ ബാവ ഉസ്താദ് എന്ന അഹമ്മദ് ബാവ ഉസ്താദ് എന്ന വലിയ ഉസ്താദ് എത്രയോ കൊല്ലമായി ഇവിടെ ദർസ് നടത്തുന്ന മഹാനാണ്. ആ ഉസ്താദിന്റെ ആശീർവാദമുള്ള മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. മഹാനരായ അബ്ദുർ റഷീദ് മദനി ഉസ്താദ് എന്ന വലിയ ഉസ്താദിന്റെ ആശീർവാദമുള്ള മജ്‌ലിസാണ്. നിങ്ങളുടെയൊക്കെ ആവേശമായ മഹാനായ ഉസ്താദ് തോക്കെ സഖാഫി ഉസ്താദ് ആശീർവാദ പ്രഭാഷണം നടത്തിയ മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. ആലിമീങ്ങളൊക്കെ അംഗീകരിച്ചുപോയി, സാലിഹീങ്ങളൊക്കെ അംഗീകരിച്ചുപോയി, പണ്ഡിതന്മാരൊക്കെ ഈ മജ്‌ലിസ് ശരിവച്ചുപോയി. എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, ഈ മജ്‌ലിസിനെതിരെ ഏതാണെങ്കിലും നാളെ ഈ തെരുവിന്റെ കവലയിൽ ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനില്ലാത്തതാണെന്ന് പറഞ്ഞാൽ അർഹിക്കേണ്ട അവത്തിനോട് പുച്ഛിച്ചു വലിച്ചെറിയണം അവന്മാരെ. കാരണം ഇത് ആർക്കു വേണ്ടിയാണ് ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയത്? അല്ലാഹ് ആർക്കു വേണ്ടിയാ ആകാശം പടച്ചത്? അള്ളാഹു ആർക്കു വേണ്ടിയാ ആകാശം പടച്ചത്? അള്ളാഹുവിന് ആകാശത്തിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ് ആർക്കു വേണ്ടിയാ ഭൂമി പടച്ചത്? അള്ളാഹുവിന് ഭൂമിയുടെ ആവശ്യമുണ്ടോ? അള്ളാഹു ആർക്കു വേണ്ടിയാണ് സൂര്യനെ പടച്ചത്? അള്ളാഹു ആർക്കു വേണ്ടിയാണ് ചന്ദ്രനെ പടച്ചത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഉറക്കെ ജോറിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ. അല്ലാഹു സമദ, അല്ലാഹ് നിരാശ്രയനാണ്, ഒന്നിന്റെയും ആവശ്യം അല്ലാഹ്ക്കില്ല. ഇമാമേ അഹ്ലു സുന്ന, മുജദ്ദിദേ അഹ്ലു സുന്ന, ഇമാം അഹ്മദ് റിളാ ഖാൻ, അകലെ അകലെ ഉത്തരേന്ത്യയിൽ മറപ്പെട്ടു കിടക്കുന്ന, ബറേലിയിൽ മറപ്പെട്ടു കിടക്കുന്ന മഹാൻ പഠിപ്പിക്കുന്നു, ആകാശമല്ല പടച്ചത്, ഭൂമിയല്ല സൃഷ്ടിച്ചത്, സൂര്യനല്ല ഒരുക്കിയത്, ചന്ദ്രനല്ല പ്രകാശിപ്പിച്ചത്, തുമാരേ ലിയേ നബിയേ, അങ്ങേക്ക് വേണ്ടിയാണ്, അവിടുത്തേക്ക് വേണ്ടിയാ. ആർക്കു വേണ്ടിയാ? തുമാരേ ലിയേ. ആർക്കു വേണ്ടിയാ? തുമാരേ ലിയേ. ആർക്കു വേണ്ടിയാ? നബിയെ, അങ്ങേക്ക് വേണ്ടിയാണ്. തുമാരേ ലിയേ സമീനോ സമാൻ, തുമാരേ ലിയേ मकीनो मकान, तुम्हारे लिए बने दो जगह, तुम्हारे लिए चुनी नो चुना, तुम्हारे लिए ആകാശം, ഭൂമി, കാലം, റോസാപ്പൂവുകൾ, പൂങ്കാവനങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, എല്ലാം അറ്റ്മോസ്ഫിയറുകൾ, സ്ട്രാറ്റോസ്ഫിയറുകൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, പോസിട്രോണുകൾ, എല്ലാം ആർക്കു വേണ്ടിയാ മക്കളെ? ആ നേതാവിന്റെ മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും നല്ല റാഹത്തായ നിയ്യത്തോടെ, ഉദ്ദേശത്തോടെ, നല്ല ഖൽബോടെ ഞാനും
ഈ ഖുർആനുകളും എല്ലാവരും ഇരിക്കുമ്പോൾ അല്ലാഹു നമുക്ക് ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് വലിയ ബറക്കത്ത് നൽകും. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്. അല്ലാഹു നമുക്ക് സ്തുതിക്കണ്ടേ? എല്ലാവരും പറഞ്ഞേ അൽഹംദുലില്ലാഹ്. ചെറിയ മക്കളൊക്കെ പറയുമ്പോ വലിയ ആളുകൾ ചിന്തിക്കുക, ഞാൻ എന്തിനാ പറയണത് അൽഹംദുലില്ലാഹ്? ചെറിയ മക്കൾ പറയാമല്ലോ. മക്കളെ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, ഒന്ന് പറഞ്ഞേ അൽഹംദുലില്ലാഹ്. ഉണ്ടോ? ആ മക്കൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ മിണ്ടാതിരിക്കും. വലിയ ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ, അവർ മിണ്ടുന്നില്ലേ, പറയുന്നില്ല. അല്ലാഹുവിനെ അവരെ സ്തുതിക്കട്ടെ, ഉറക്കെ സ്തുതിക്കും. ഈ അന്തരീക്ഷം പ്രകമ്പനം കൊള്ളട്ടെ. ഉറക്കെ ആളുകൾ എന്ന് മിണ്ടല്ലേ, മിണ്ടുവോ? മിണ്ടല്ലേ. അൽഹംദുലില്ലാഹ്. ആദ്യമേ ഇങ്ങനെ അല്ലാഹുവിനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. ഇനി സുദീർഘമാക്കുന്നില്ല ആമുഖ പ്രഭാഷണം. ഇനി ഇൻഷാ അല്ലാഹ് ഖസിയത്തുൽ ബുർദയുടെ മജ്ലിസിലേക്ക്